ഓക്കെ, അപ്പോൾ നമ്മൾ സെൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന സെല്ലിൻ്റെ ബോർഡറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഒരു സെൽ ഒരു സിറ്റി ആണെങ്കിൽ അതിൻ്റെ ബോർഡർ സെൽ മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൽ വോളാണ്. ചില സിറ്റികൾക്ക്, എല്ലാ സിറ്റികൾക്കും അല്ല, ചില സിറ്റികൾക്ക് എന്താവും, ആ സിറ്റിയുടെ ചുറ്റിലും ഇതൊരു സിറ്റി ആണെങ്കിൽ ആ സിറ്റിയുടെ ചുറ്റിലും വലിയ വാൾസ് ഉണ്ടാവും. വേറെ ആരും അകത്തേക്ക് കടക്കാതിരിക്കാനും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട്. ചില സിറ്റീസിനൊക്കെ അതിൻ്റെ പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് ആക്രമിക്കുമെന്നൊക്കെ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും, ആ സിറ്റിയുടെ ചുറ്റിലും വലിയ മതിലൊക്കെ ഉണ്ടാക്കും അല്ലേ. ചില രാജ്യങ്ങൾക്ക് ഇടയിലുള്ള ബോർഡേഴ്സിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും അല്ലേ, വലിയ മതിലുകളൊക്കെ ആക്കിയിട്ട് അപ്പുറത്തുള്ള രാജ്യക്കാർ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ചില സെൽസിന് എന്തുണ്ടാകും, ഈ ബോർഡറിന് അപ്പുറത്ത്, ബോർഡറിനും കൂടാതെ അതിന് ചുറ്റിലും ഒരു മതിലുണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് സിറ്റിയെക്കുറിച്ചല്ല, നമ്മൾ പറയുന്നത് സെല്ലിനെ കുറിച്ചാണ്. അപ്പം എന്താണ് അതിന് പറയുക, സെൽ വാൾ എന്നാണ് പറയുക. ഇൻ അഡീഷൻ ടു ദ സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ ബോർഡർ, നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡർ ഉണ്ടല്ലോ, അതിൻ്റെ കൂടാതെ ദർ ഈസ് ആൻ ഔട്ടർ തിക്ക് ലെയർ ഇൻ സെൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് സം ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ. പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ബാക്ടീരിയ പോലുള്ള വേറെ ചില ഓർഗാനിസംസിൻ്റെയും സെൽ മെംബ്രെയിന് കൂടാതെ അതിന് പുറത്തൊരു വാള് കൂടി ഉണ്ടാകും, ഒരു തിക്കായിട്ടുള്ള ഒരു വാള് കൂടി ഉണ്ടാകും. അതിനെ നമ്മൾ സെൽ വാൾ എന്നാണ് പറയുക. ദിസ് അഡീഷണൽ ലെയർ സറൗണ്ടിങ് ദ സെൽ മെംബ്രെയിൻ ഈസ് റിക്വയർഡ് ബൈ ദ പ്ലാന്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ. അതിന് പ്രൊട്ടക്ഷൻ, നമ്മൾ പറഞ്ഞല്ലോ, ഒരു സിറ്റിക്ക് പുറത്തുനിന്ന് കുറേ ശത്രുക്കളൊക്കെ വന്നിട്ട് ആക്രമിക്കുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാൾ ഉണ്ടാക്കും. അതേപോലെ പ്ലാന്റ്സിൻ്റെ സെൽസിന് എന്ത് ചെയ്യും, അതിന് പ്രൊട്ടക്ഷന് വേണ്ടി ഇത്തരത്തിലുള്ള സെൽ വാൾ ഉണ്ടാകും. എന്തിനാണ് പ്ലാന്റ്സിൻ്റെ സെൽസിന് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷനൊക്കെ? കാരണം എന്താ, നമ്മൾക്കറിയാലേ, നമുക്ക് ഒരുപാട് സെൽസ് ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്, അപ്പം ഭയങ്കര വെയിൽ വന്നു, എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് ഷെൽട്ടറുള്ള എവിടേക്കെങ്കിലും മാറി നിൽക്കും. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുകയാണ്, പെട്ടെന്ന് മഴ വന്നു അല്ലെങ്കിൽ ഭയങ്കര വെയിൽ വന്നു, നമ്മളെന്ത് ചെയ്യും, വീട്ടിൻ്റെ അകത്തേക്ക് വന്നിട്ട് പിന്നെ ഈ മഴയും വെയിലൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ജീവിക്കും അല്ലേ. പക്ഷേ പ്ലാന്റ്സോ, നമ്മൾ വീട്ടിൻ്റെ പുറത്ത് ഒരു മാവ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു മാംഗോ ട്രീ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാംഗോ ട്രീക്ക് കുറേ ഭയങ്കര ചൂട്, എന്നാൽ പിന്നെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് മാംഗോ ട്രീക്ക് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഭയങ്കര മഴ, ഭയങ്കര തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടേക്കെങ്കിലും മാറിയിരിക്കാൻ പറ്റുമോ പ്ലാന്റ്സിന്? ഇല്ല. കാരണം പ്ലാന്റ്സ് അവിടെ തന്നെ നിൽക്കണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും വേറെ എന്ത് വന്നാലും പ്ലാന്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ, അതിന് ലോക്കോ മോഷൻ പറ്റൂല അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള മഴയും വെയിലും അതുപോലെ തന്നെ തണുപ്പും എന്ത് വന്നാലും അതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല പ്രൊട്ടക്ഷനുള്ള സെല്ലുകൾ വേണം. അതുകൊണ്ടാണ് പ്ലാന്റ്സിൻ്റെ സെല്ലിന് അതിന് ഇത്തരത്തിലുള്ള അഗെയിൻസ്റ്റ് വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ, ഹൈ വിൻഡ് സ്പീഡ്, അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും വിസ്റ്റാൻഡ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഔട്ടർ ആയിട്ടുള്ള ഒരു തിക്ക് ലെയർ കൂടി, സെൽ മെംബ്രെയിൻ കൂടാതെ, അതിൻ്റെ ആ ബോർഡർ കൂടാതെ അതിനപ്പുറത്ത് കുറച്ചുകൂടി തിക്കുള്ള ഒരു സെൽ വാൾ കൂടി ഉണ്ടാകുന്നത് പ്ലാന്റ് സെൽസിന് അതുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക.